എഴുത്തിൻ്റെ അരനൂറ്റാണ്ട് പിന്നിട്ട ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അക്ഷരയാത്ര അറ്റ് 50 എന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ 210 പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. സാധാരണക്കാരന് എഴുത്തിലൂടെ വളരാനുള്ള സംവിധാനം കേരളത്തിലില്ലെന്നും PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. സാഹിത്യം മുതൽ സാമ്പത്തികം വരെയുണ്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ അക്ഷരയാത്ര അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ എഴുത്തുകളും കാണാം. വായനാശീലവും ബുക്കുകളുടെ എണ്ണവും എഴുത്തുമെല്ലാം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ അതിനെപ്പറ്റി ആധികാരികമായി നടന്നിട്ടുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു സംസ്കാര സമ്പന്നയുടെ രാഷ്ട്രമാണ് നമ്മുടെ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം അവിടെയുള്ള ഒരു ചെറിയ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. അവരാണ് വായനക്കാർ. അവരിലൂടെയാണ് സമൂഹം നിലനിൽക്കുന്നത്. സാധാരണക്കാരന് എഴുത്തിലൂടെ വളരാനുള്ള സംവിധാനം കേരളത്തിലില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. നല്ല രീതിയിൽ എഴുതുന്ന ഒരു കുട്ടി എന്തിനു വിചാരിക്കുക പുസ്തകമൊക്കെ ആരെങ്കിലും വാങ്ങുന്നു. ഏതെങ്കിലും ബുക്ക് സ്റ്റാളുള്ളത് അവർക്ക് സ്ഥലമില്ല. അവിടെ എക്സിബിറ്റ് ചെയ്തിട്ട് ഇന്നും ആളുകൾ വാങ്ങുന്നത് MPയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും തകഴിയുടെയും ഒക്കെ നോവലുകളാണ്. നിങ്ങൾ പഠിച്ചോ, ഞാൻ പഠിച്ചിട്ടല്ല പറയുന്നത്. പുതിയൊരാൾക്ക് അവസരം കിട്ടില്ല. ചടങ്ങിൽ സ്ത്രീരത്നങ്ങൾ, ഐക്കൺസ് ഓഫ് മൈ ലിറ്ററേച്ചർ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. ജനം, കോഴിക്കോട്.